ഇപ്പോൾ ശ്രീ രാജു ടെലിഫോണിലായിട്ട്, അദ്ദേഹം മേപ്പാടി പഞ്ചായത്തിന്റെ പ്രതിനിധിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ രാജു, ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് ഇന്നലെ രാത്രി മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായിട്ടുള്ളത് എന്നത്. അപ്പോൾ എന്താണ് താങ്കൾക്ക് ഇതിൽ കൂടുതലായി നൽകാനുള്ളത്, പറയാനുള്ള കാര്യം? വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്ത് കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. എപ്പോഴും അവിടെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പൊതുവെ നമ്മൾ ഉന്നയിക്കുന്നതാണ്. അപ്പോൾ അവർ ഇന്നലെ രാത്രി ഏറെട്ടുണ്ട് ഉന്നതിയിലെ പാലയിൽ നിന്നുള്ള മകന അവരാണ് അവിടെ പോയിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്തായാലും വലിയ പ്രതിഷേധം ഉയർത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. കാരണം ഈ മേപ്പാടി പ്രദേശത്ത് ഒരു 8ഓളം ആളുകൾ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഒരു വിവരങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. അതെ, ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിനൊക്കെ ശേഷം പ്രത്യേകിച്ച് അവിടെയൊക്കെ വലിയ തോതിൽ വന്യമൃഗശല്യം ഉണ്ട് എന്ന പരാതി അത് നാട്ടുകാരൊക്കെ അറിയിച്ചിരുന്നതാണല്ലോ. ജനങ്ങൾ താമസമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങളൊക്കെ പൊതുവെ വലിയ ശല്യമാണുള്ളത്. അതെ, അപ്പോൾ അതിന് എന്തെങ്കിലും തരത്തിൽ പ്രത്യേകമായൊരു മുൻകരുതലോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന്, ശ്രീ രാജു? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഫെൻസിങ് ചെയ്യാനുള്ള നടപടി പ്രവർത്തനങ്ങള് ആലോചനയിലുണ്ടെന്നാണ് കേട്ടത്. ശരി, മേപ്പാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ രാജുവാണ് പ്രതികരിച്ചത്. അദ്ദേഹം അങ്ങോട്ടേക്ക് പോവുകയാണ്.